ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കഡാവു എന്ന് പറഞ്ഞ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. ദ സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കഡാവു. ഇറ്റ് ഈസ് എ ഫിജിയൻ ലെജൻഡ്. ഇതൊരു ഫിജിയൻ ഇതിഹാസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഓൺ ദ ഐലൻഡ് ഓഫ് കഡാവു. നോക്കൂ, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് കണ്ടാവു എന്നാണ്. കടവു എന്ന് വായിക്കരുത്, കടവു എന്നല്ല അത് വായിക്കുന്നത്, അത് കണ്ടാവു എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. ഓൺ ദ ഐലൻഡ് ഓഫ് കഡാവു, വൺ ഓഫ് ദ ലാർജർ ഐലൻഡ്സ് ഓഫ് ഫിജി ഗ്രൂപ്പ്. ഫിജി ഗ്രൂപ്പിൻ്റെ വലിയൊരു ഐലൻഡാണ് ഏത് ഐലൻഡ്? കണ്ടാവു ഐലൻഡ്. ആൻഡ് സം 50 miles by water from the capital city of Suva ഈസ് ദ ഫിജിയൻ വില്ലേജ് ഓഫ് നമുവാന. ഇപ്പം ഫിജിയൻ വില്ലേജാണ്, അതായത് ഫിജി എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അതിലുള്ള ഒരു ഐലൻഡാണ് കണ്ടാവു ഐലൻഡ്. ഈ കണ്ടാവു ഐലൻഡിലുള്ള വില്ലേജാണ് നമുവാന വില്ലേജ്. ഓക്കെ, ഒരു ഐലൻഡാണ് നമുവാന വില്ലേജ്. വേറൊരു ഐലൻഡ് കൂടി നമുക്കിതിൽ പഠിക്കാനുണ്ട്. വേറൊരു വില്ലേജ് കൂടി നമുക്കിതിൽ പഠിക്കാനുണ്ട്. അതാണ് നബുക്കലി വില്ലേജ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോറിയിൽ 2 വില്ലേജസ് ആണ് ഉള്ളത്. ഒന്ന് നമുവാന വില്ലേജ്, ഒന്ന് നബുക്കലി വില്ലേജ്. മനസ്സിലായോ? ഏത് ഐലൻഡിലാണ്? ഫിജി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്ത് ഒരുപാട് ഐലൻഡുകളുണ്ട്. അതിലുള്ള ഒരു ഐലൻഡാണ് കണ്ടാവു ഐലൻഡ്. ആ കണ്ടാവു ഐലൻഡിലുള്ള 2 വില്ലേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, നമുവാന വില്ലേജും നബുക്കലി വില്ലേജും. ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ നമുവാന വില്ലേജിൽ ഒരു സ്ട്രേഞ്ച് റിച്വൽ, ഒരു ആചാരം നടക്കുന്നുണ്ട് ഈ നമുവാന വില്ലേജിൽ. എന്താണ് ആ സ്ട്രേഞ്ച് റിച്വൽ? അതായത് ടേർട്ടിൽസിനെ സീയിൽ നിന്നും വിളിക്കുന്ന ഒരു കോളിംഗ് ഓഫ് ദ ടേർട്ടിൽസ് ഫ്രം ദ സീ. ആമകളെ എവിടെ നിന്ന് വിളിക്കും? കടലിൽ നിന്നും വിളിക്കും അല്ലേ? ആരാണ് വിളിക്കുന്നത്? മെയ്ഡൻസ് ഓഫ് ദ നമുവാന വില്ലേജ്. നമുവാന വില്ലേജിലെ കന്യകയായിട്ടുള്ള സ്ത്രീകളെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ആമകൾ കംപ്ലീറ്റ് ആയിട്ട്, അതായത് കടലുള്ള ആമകൾ മുകളിലേക്ക് ഉയർന്നു വരും എന്നതാണ് റിച്വൽ. ഓക്കെ, അപ്പോൾ ഈ റിച്വൽ ഇന്നും എവിടെ ആചരിക്കുന്നുണ്ട്? ഈ നമുവാന വില്ലേജിൽ ആചരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമുവാന വില്ലേജിലുള്ള സ്ത്രീകൾ ഈ ടേർട്ടിൽസിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ടേർട്ടിൽസൊക്കെ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് പൊന്തി വരികയും ഇവർ ചൊല്ലുന്ന ഈ ഒരു സോങ് ആണ് അവർ ചാൻഡ് ചെയ്യുന്നത്. ആ സോങ് കേട്ടിട്ട് അവരങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അടുത്തുള്ള വില്ലേജായിട്ടുള്ള നബുക്കലി വില്ലേജിൽ നിന്നും ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു റിച്വൽ, ഈ ഒരു ആചാരം ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുവാന വില്ലേജിലെ ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരൊറ്റ ടേർട്ടിൽസ് പോലും എന്ത് ചെയ്യില്ല? ഈ സർഫസിലേക്ക് ഉയർന്നു വരില്ല. ഇതാണ് എവിടെ നടക്കുന്ന റിച്വൽ? നമ്മുടെ നമുവാന വില്ലേജിൽ നടക്കുന്ന റിച്വൽ. ഓക്കെ, ഈ നമുവാന വില്ലേജ് ഏത് ഐലൻഡിലാണ്? കണ്ടാവു ഐലൻഡിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് ഒരു ലെജൻഡ് തന്നെ അവിടെ ഉണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെയാണ് നമുവാന വില്ലേജിൽ എത്തേണ്ടത്. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുവാന വില്ലേജിൽ പോയിട്ട് കാണാം എങ്ങനെയാണ് നമ്മൾ അവിടേക്ക് എത്തേണ്ടത് എന്നതാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. നോക്കൂ, ഓൺ ദ ഐലൻഡ് ഓഫ് കഡാവു, ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് കഡാവു കേട്ടോ, വൺ ഓഫ് ദ ലാർജർ ഐലൻഡ്സ് ഓഫ് ഫിജി ഗ്രൂപ്പ് ആൻഡ് സം 50 miles by water from the capital city of Suva is the Fijian village of നമുവാന. അപ്പം നമുവാന എന്നുള്ളത് ഫിജിയൻ വില്ലേജിലാണ്. ക്യാപിറ്റൽ സിറ്റി ഓഫ് സുവയിൽ നിന്നും ഏകദേശം 50 miles ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് എവിടെ എത്താം? നമുവാന വില്ലേജിലെത്താം എന്നാണ് പറയുന്നത്. നമുവാന നെസ്റ്റൽസ് അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ബ്യൂട്ടിഫുൾ ബേ adjacent to the ഗാർമെൻറ്റ് സ്റ്റേഷൻ ഇൻ വെനീസിയ ഹാർബർ. അതായത് വെനീസിയ ഹാർബറിന് സമീപമാണ് ഏതുള്ളത്? ഒരു ഗാർമെൻറ്റ് സ്റ്റേഷൻ ഉണ്ട്. അതിന് സമീപത്തായിട്ടാണ് നമുക്ക് ഈ നമുവാന വില്ലേജ് കാണപ്പെടുന്നത്. നമുവാന വില്ലേജ് നെസ്റ്റൽസ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ബേ adjacent to the ഗാർമെൻറ്റ് സ്റ്റേഷൻ ഇൻ വെനീസിയ ഹാർബർ.
ഹിയർ ദ ഐലൻഡ് ഓഫ് കണ്ടാവു നേരോസ് ഡൗൺ ടു ആൻ ഇസ്തമസ്. പിന്നെ അവിടെ നിന്നും ഈ ഐലൻഡ് ഇങ്ങനെ ഒരു ഇസ്തമസ് എന്ന് പറഞ്ഞാൽ ഒരു മുനമ്പ് പോലെയാണ് കേട്ടോ. ഒരു എന്താ ശരിക്കും നമ്മൾ പറയാന്ന് വെച്ചാൽ രണ്ട് ഭൂഭാഗങ്ങളെ സന്ധിപ്പിക്കുന്ന ഒരു കരയിടുക്കുണ്ട്, അതിനാണ് ഇസ്തമസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഭൂഭാഗങ്ങളെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കരയിടുക്കുണ്ട്, അതിനാണ് ഇസ്തമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ദ ഐലൻഡ് ഓഫ് കണ്ടാവു നാരോസ് ഡൗൺ ടു ആൻ ഇസ്തമസ്. അവിടെ നിന്നും ഒരു ഇസ്തമൻസ്, ഒരു മുനമ്പിലേക്ക് ഇങ്ങനെ നാരോ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ആൻഡ് ബൈ ക്ലൈംബിങ് ദ ഹിൽ ബിഹൈൻഡ് ദ നമുവാന വില്ലേജ്. ഈ നമുവാന വില്ലേജിന് പുറകിലുള്ള ഒരു ഹില്ലുണ്ട്, ഒരു കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കയറിയാൽ വൺ ക്യാൻ സ്റ്റാൻഡ് ഓൺ ദ സാഡിൽ ആൻഡ് ലുക്ക് ഔട്ട് ടു ദ സീ ടു ദ സൗത്ത് ആൻഡ് ദ നോർത്ത്. അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ, ആ സാഡിലിൻ്റെ ആ പീക്കിൻ്റെ മുകളിൽ കയറി നിന്നാൽ നിങ്ങൾക്ക് നോർത്തിലേക്കും സൗത്തിലേക്കും നല്ല വ്യൂ ആയിരിക്കും കിട്ടുക എന്നാണ് പറയുന്നത്. And legend says that in the days gone by, the warriors of Kandavu slid their canoes and rollers up over the narrow neck of the land to save the long journey around the east and west of Kandavu Island. കണ്ടാവു ഐലൻഡിൽ, അതായത് അവിടെയുള്ള വാരിയേഴ്സിന് യോദ്ധാക്കൾ അല്ലേ, അവിടെയുള്ള വാരിയേഴ്സിന്, അതായത് അവിടെയുള്ള ഓരോ പ്രദേശവും ബൈഹാർട്ടാണ്. അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് സഞ്ചരിക്കാനുള്ള വഴികളെല്ലാം അറിയാത്ത ആളുകളാണ് അവിടേക്ക് വരുന്നതെങ്കിൽ അവർ ചുറ്റി വളഞ്ഞിട്ടൊക്കെ വരേണ്ടി വരും എന്നാണ്. Okay, legend says that in the days gone by, the warriors of Kandavu, they slid their canoe. Canoe എന്ന് പറഞ്ഞാൽ ബോട്ടാണ് കേട്ടോ, കുറച്ച് വലുപ്പമുള്ള ചെറിയ വള്ളങ്ങൾ പോലെയുള്ളത്. എന്നാൽ ഷിപ്പ് അല്ലതാനും, അതിന് കുറച്ച് താഴെയുള്ള വള്ളങ്ങൾ, തോണികൾ. ഓക്കെ, ദാറ്റ് ഇസ് കാനോ. സ്മോൾ വാൾ ഷിപ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, സ്മോൾ ഷിപ്പ് എന്നൊക്കെ പറയാം. Okay, so legend says that in the days gone by, the warriors of Kandavu, they slid their canoes on the rollers up over the narrow deck of the land to save the long journey. A long journey save ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ചെറിയ വള്ളങ്ങൾ എന്ത് ചെയ്യും, ഇറക്കും. ഓക്കെ, എന്നിട്ട് അവർ ആ ജേർണി എന്ത് ചെയ്യും, വളരെ ഷോർട്ടൻ ചെയ്തിട്ടാണ് അവിടേക്ക് എത്തുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ്. The women of Namuwana village still preserves a strange ritual. ഇന്നും നമുവാന വില്ലേജിലുള്ള സ്ത്രീകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിച്വൽ, ഒരു ആചാരം അവർ ഇന്നും അനുഷ്ഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് അവർ പ്രാക്ടീസ് ചെയ്യുന്ന റിച്വൽ? ദേ ആർ ഓഫ് കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദ സീ. കടലിൽ നിന്നും ആരെ കോൾ ചെയ്യുന്നതാണ്? ടേർട്ടിൽസിനെ. ടേർട്ടിൽസ് മീൻസ് ആമകളെ വിളിക്കുന്നതാണ് അല്ലേ. കോളിംഗ് ഓഫ് ദ ടേർട്ടിൽസ് ഫ്രം ദ സീ. If you visit Namuwana village to see the turtle calling, your schooner anchors in a beautiful bay right under the cliffs of a rocky headland. If you visit the Namuwana village to see the turtle calling, ഈ ടേർട്ടിൽ കോളിംഗ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ നമുവാന വില്ലേജിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഷൂണർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിലിംഗ് ഷിപ്പാണ് അല്ലേ, പായക്കപ്പൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ദാറ്റ് ഇസ് ഷൂണർ. ഷൂണർ ആങ്കേഴ്സ് ഇൻ എ ബ്യൂട്ടിഫുൾ ബേ. ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ നങ്കൂരമിടുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഷിപ്പ് എവിടെയായിരിക്കും ആങ്കർ ചെയ്യുന്നത്? ഇൻ എ ബ്യൂട്ടിഫുൾ ബേ അണ്ടർ ദി ക്ലിഫ്സ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്. വളരെ റോക്കി ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ കണ്ടാവു ഐലൻഡ്. ഫുൾ പാറക്കെട്ടുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷിപ്പിന് എത്താൻ പറ്റില്ല, ചെറിയ ഷൂണറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ആങ്കർ ചെയ്യുന്നത് എവിടെയായിരിക്കും? ആ റോക്കി ഹെഡ്ലാൻഡിന് സമീപത്തായിരിക്കും. You land on the beach and then either sit on the rocks under the bluffs on the beach or climb a rocky track to a point of 150 or 200 feet up the rock face. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ബീച്ചിൽ എല്ലാവരും ഇറങ്ങണം അല്ലേ. ആൻഡ് ദെൻ ഐദർ സിറ്റ് ഓൺ ദ റോക്സ് അണ്ടർ ദ ബ്ലഫ്സ് ഓഫ് ദ ബീച്ച്. ഒന്നുമില്ലെങ്കിൽ ആ ബീച്ചിൻ്റെ ബ്ലഫ്സ് ആയിട്ടുള്ള സ്റ്റീപ്പായിട്ടുള്ള ക്ലിഫുകൾ ഉണ്ടായിരിക്കും, പാറക്കെട്ടുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ നമുക്ക് കയറാം. ഏകദേശം 150 to 200 ഫീറ്റ് ഹൈറ്റ് വരെ നമുക്ക് കയറിയിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹിയർ യു ഹാവ് എ സ്പ്ലെൻഡിഡ് വ്യൂ. അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? നല്ല മനോഹരമായൊരു കാഴ്ച തന്നെ കാണാം. ആൻഡ് വിൽ ഫൈൻഡ് അസംബിൾഡ് ഓൾ ദ മെയ്ഡൻസ് ഓഫ് ദ വില്ലേജ് ഓഫ് നമുവാന വില്ലേജിലുള്ള മെയ്ഡൻസ് മീൻസ് യങ് ഗേൾ അല്ലേ, അവരെ നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള സ്ത്രീകളെ നമുക്ക് എവിടെ കാണാം? നമുവാന വില്ലേജിലുള്ള സ്ത്രീകൾ അസംബിൾ, എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് സിംഗിങ് എ സ്ട്രേഞ്ച് ചാൻ.
അവരെല്ലാവരും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, വളരെ വിചിത്രമായിട്ടുള്ള ഒരു സാധനം, അതായത് ഒരു സോങ്, അവരുടെ രീതിയിലുള്ളൊരു സോങ് അവരിങ്ങനെ ചാൻഡ് ചെയ്യുന്നത് കാണാം, അവരിങ്ങനെ ഉരുവിടുന്നത് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. നമുക്ക് കാണണമെങ്കിൽ, ഈ ഒരു റിച്വൽ നമുക്ക് കാണണമെങ്കിൽ നമ്മൾക്ക് ഈ പാറക്കെട്ടിട്ട് നമുക്ക് മുകളിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അതുപോലെയുള്ള സ്ഥലത്ത് നമ്മുടെ ഷിപ്പ് ആങ്കർ ചെയ്യും. അവിടെ നിന്ന് നമുക്ക് കയറിയിരുന്നാൽ നമുക്ക് നല്ലൊരു കാഴ്ചയായിരിക്കും ലഭിക്കുന്നത് എന്നാണ്. ആസ് ദേ ചാൻഡ്, ഇനി നമുവാണ വില്ലേജിലുള്ള സ്ത്രീകൾ അവർ ചാൻഡ് ചെയ്യുന്ന സമയത്ത്, മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിടുന്ന സമയത്ത്, ഇഫ് യു ലുക്ക് വെരി കെയർഫുള്ളി ഡൗൺ ഇൻ ടു ദ വാട്ടർ ഓഫ് ദ ബേ, നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ തീരത്തുള്ള വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, യു വിൽ സീ ജൈൻറ്റ് ടേർട്ടിൽസ് റൈസ് വൺ ബൈ വൺ ലൈ ഓൺ ടു ദ സർഫസ്. നമുക്ക് കാണാം വലിയ ജൈൻ്റ് ആയിട്ടുള്ള വലിയ 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 ആമകൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നുയർന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാം. ലിസണിങ് ടു ദി മ്യൂസിക്, അവരെന്താ ചെയ്യുന്നത്, ഈ സ്ത്രീകൾ ചൊല്ലുന്ന ഈ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഈ ഓരോ ടേർട്ടിൽസും വൺ ബൈ വൺ ആയിട്ട് ആ വാട്ടറിൻ്റെ സർഫസിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ദിസ് ഈസ് നോട്ട് എ ഫാരി ടെയിൽ. ഇത് വെറുതെ കെട്ടിച്ചമച്ച കഥയൊന്നുമല്ല, മാലാഖമാരുടെ മാലാഖമാരുടെ പോലെ അങ്ങനെയുള്ള കഥകൾ, കെട്ടിച്ചമച്ച കഥകളൊന്നുമല്ല. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്സ് പ്ലേസ്. ഇതെന്ത് സംഭവിക്കുന്നുണ്ട്, ഇത് ശരിക്കും നടന്നതാണ്. ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ ഇസ് ഫോർബിഡൻ ഫോർ ദ ഫിഷിംഗ് ഓഫ് ടേർട്ടിൽസ്. ഈ ഭാഗത്തുള്ള വെള്ളം എന്ന് പറയുന്നത്, ഈ ഭാഗം പോലും എന്തിന് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, ഫോർബിഡൻ ആണ് അല്ലേ, ഫോർ ദ ഫിഷിംഗ് ഓഫ് ടേർട്ടിൽസ്. ഇവിടെ വന്നിട്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ടേർട്ടിൽസിനെ ഫിഷ് ചെയ്യാൻ പറ്റില്ല. മീൻ പിടിക്കുന്നത് പോലെ ടേർട്ടിൽസിന് ഒരിക്കലും ഇവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഫോർബിഡൻ ഏരിയയാണ്. കാരണം ഇവിടുത്തെ ടേർട്ടിൽസിനെ വളരെ സേക്രഡ് ആയിട്ടാണ്, വളരെ പരിശുദ്ധമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നതാണ് പറയുന്നത്. ഓക്കെ, another interesting sideline to this performance is that if any member of the nearby village of Nabucalev is present. അപ്പം ആദ്യം നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് കഥ പറഞ്ഞു. എന്താണ്, ഈ മെയ്ഡൻസ് അല്ലേ അവിടെ ടേർട്ടിൽസിനെ വിളിക്കുന്ന സമയത്ത് വളരെ ജൈൻ്റ് ആയിട്ടുള്ള ടേർട്ടിൽസ് വൺ ബൈ വൺ ആയിട്ട് സർഫസിലേക്ക്, വാട്ടറിൻ്റെ സർഫസിലേക്ക് വരുന്നത് കാണാമെന്ന് പറഞ്ഞു. ഇനി വേറൊരു സൈഡ് ലൈനും കൂടി ഈ ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എന്താണത്, അനദർ ഇൻട്രസ്റ്റിംഗ് സൈഡ് ലൈൻ ടു ദിസ് പെർഫോമൻസ് ഇസ് ദാറ്റ് ഇഫ് എനി മെമ്പർ ഓഫ് ദ നിയർ ബൈ വില്ലേജ് ഓഫ് നബൂക്കലേവ് ഇസ് പ്രസൻറ്റ്. നബൂക്കലേവ് വില്ലേജിലെ ഏതെങ്കിലും ഒരു മെമ്പർ അവിടെ പ്രസൻറ്റ് ആണെങ്കിൽ, then the turtles will not rise to the surface of the bay. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുവാണ വില്ലേജിൻ്റെ സമീപത്തായിട്ട് വേറൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജാണ് നബൂക്കലേവ് വില്ലേജ്. ഈ നബൂക്കലേവ് വില്ലേജിലുള്ള ആരെങ്കിലും ആ സമീപത്തായിട്ട് അവിടെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഈ സ്ത്രീകൾ ഈ ഒരു ചാൻഡ് ഉരുവിടുന്ന സമയത്ത് ആരെങ്കിലും, ഈ ഒരു സോങ് ചാൻഡ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും നബൂക്കലേവ് വില്ലേജിൽ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, ദ ടേർട്ടിൽസ് വിൽ നോട്ട് റൈസ് ടു ദ സർഫസ് ഓഫ് ദ ബേ. ആ ബേയുടെ സർഫസിലേക്ക് ഒരൊറ്റ ആര് പോലും ഉയർന്നു വരില്ല, ടേർട്ടിൽസ് പോലും ഉയർന്നു വരില്ല എന്നാണ്. ഓക്കെ, ദ ജൈൻറ്റ് ടേർട്ടിൽസ് വിൽ നോട്ട് റൈസ് ടു ദ സർഫസ് ഓഫ് ദി ബേ ആൻഡ് ദ ടേർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി അബാൻഡൻ. ആ സമയം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ടേർട്ടിൽ കോളിംഗ് നമുക്ക് അബാൻഡൻ ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. കാരണം എന്താണ്, ഒരൊറ്റ ടേർട്ടിൽസ് പോലും വരില്ല. അവർ എത്രയൊക്കെ ചെയ്താലും നബൂക്കലേവ് വില്ലേജിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒരൊറ്റ ടേർട്ടിൽസ് പോലും മുകളിലേക്ക് ഉയർന്നു വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് നബൂക്കലേവ് വില്ലേജിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാകുമ്പോൾ ആമകൾ ഉയർന്നു വരാത്തത്, അതിന് പുറകിലായിട്ട് ഒരു വലിയൊരു കഥ തന്നെയുണ്ട്. ഇതൊരു ഫിജിയൻ ലെജൻഡാണ്, ഫിജിയിൽ ഒരു ഇതിഹാസമാണ്, അതിലുള്ളൊരു കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. As is usually the case with such strange ceremonies and custom. In Fiji, the turtle calling is based on an ancient legend. It is still passed on from father to son. അല്ലേ, വളരെ പുരാതനമായിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ്. അത് ഇന്നും പണ്ടല്ല, ഓരോ ഫാദറിൽ നിന്നും സണ്ണിലേക്ക് വന്നു, വീണ്ടും ഫാദറിൽ നിന്നും സണ്ണിലേക്ക് വന്നു, അങ്ങനെ വരുന്ന, അതായത് ആ കഥ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. എല്ലാവരും ആ സ്റ്റോറി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഫ്രം ഫാദർ ടു സൺ, ഫ്രം ഫാദേഴ്സ് ടു സൺ, അങ്ങനെയായിട്ട് ആ സ്റ്റോറി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
എന്താണ് ആ സ്റ്റോറി? എമംഗ് ദ ഫിജിയൻ പീപ്പിൾ ഓഫ് കണ്ടാവു. അപ്പോൾ കണ്ടാവിലുള്ള ഓരോ വ്യക്തിക്കും ഈ ഒരു സ്റ്റോറി ബൈ ഹാർട്ടാണ്. എന്താണ് ആ സ്റ്റോറി എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് ആ സ്റ്റോറി? മെനി മെനി ഇയേഴ്സ് എഗോ ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നമുവാണ, അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നമുവാണ. നമുവാന എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിൽ ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമുവാന വില്ലേജ് എവിടെയാണ്? കണ്ടാവു ഐലൻഡിലാണ്. അപ്പോൾ കണ്ടാവു ഐലൻഡിലുള്ള നമുവാന വില്ലേജിൽ വർഷങ്ങൾക്ക് മുമ്പ് ലിവ്ഡ് എ വെരി ലവ്ലി പ്രിൻസസ് കാൾഡ് ടിനേക്കോബാഗ. അവർ നല്ലൊരു രാജകുമാരി ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേരാണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു, അവരുടെ പേരാണ് ടിനേക്കോബാഗ. അവരാരാണ്? ഹൂ വാസ് ദ വൈഫ് ഓഫ് ദ ചീഫ് ഓഫ് നമുവാന വില്ലേജ്. ടിനേക്കോബാഗ എന്ന് പറയുന്നത്, അതായത് കണ്ടാവു ഐലൻഡിലുള്ള നമുവാണ വില്ലേജിലുള്ള ഒരു ചീഫ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ടിനേക്കോബാഗ എന്ന് പറഞ്ഞത്. വളരെ ബ്യൂട്ടിഫുൾ ലേഡിയാണ്. അപ്പം ഈ ചീഫിൻ്റെ വൈഫാണ് ആര്? ടിനേക്കോബാഗ. ടിനേക്കോബാഗ ഹാഡ് എ ചാമിങ് ഡോട്ടർ കോൾഡ് റൗഡലസ്. നമ്മൾ ടിനേക്കോബാഗയ്ക്ക് അതീവ സുന്ദരിയായിട്ടുള്ളൊരു മകളുണ്ടായിരുന്നു. അവരുടെ പേരാണ് റൗഡലസ്. Okay, and the two women often went fishing on the reefs around their home. അപ്പോൾ ഈ രണ്ട് സ്ത്രീകളും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? മീൻ പിടിക്കാൻ പോവാറുണ്ട്, അല്ലെ, ഫിഷിങ്ങിന് പോവാറുണ്ട്. ഓൺ ദ റീവ്സ് അറൗണ്ട് ദിയർ ഹോം. അവരുടെ വീടിന് ചുറ്റുമായിട്ട്, ഞാൻ ആദ്യമേ പറഞ്ഞു, കടലിടുക്കുകളാണ്, നല്ല പാറക്കെട്ടുകളും പുറ്റുകളും ഒക്കെയുള്ള സ്ഥലമാണ്, കോറൽ റീവ്സൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടേക്ക് ഈ രണ്ട് സ്ത്രീകളും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? അമ്മയും മകളും മീൻ പിടിക്കാൻ പോവാറുണ്ട്. വൺസ് ടിനേക്കോബാഗ ആൻഡ് റൗഡലസ് വെന്റ് ഫാർദർ അഫീൽഡ് ദാൻ യൂഷ്വൽ. എന്നാൽ ഒരിക്കൽ എന്ത് സംഭവിച്ചു? ടിനേക്കോബാഗയും റൗഡലസും വെന്റ് ഫേർദർ അഫീൽഡ് ദാൻ യൂഷ്വൽ. അഫീൽഡ് എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ്. സാധാരണ അവർ സഞ്ചരിക്കുന്നതിനും വളരെ കൂടുതൽ ദൂരം അന്ന് അവർ സഞ്ചരിച്ചു. They waded out onto the submerged reefs which stretched down from the rocky headland to the east of the bay on which Namuwana village is located. They waded out. കുറച്ച് കഴിഞ്ഞപ്പം അവരെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അവരിങ്ങനെ മറഞ്ഞു പോവുകയാണ്. കാരണം അത്രയും കോറൽ റീവ്സുകളാണ്, അല്ലേ, അത്രയും റോക്കി ആയിട്ടുള്ള ഹെഡ്ലാൻഡുള്ള ഏരിയ എന്ന് നമ്മൾ പറഞ്ഞു. They waded out onto the submerged reefs which stretch out from the rocky headland to the east of the way on which Namuwana village is situated. അപ്പോൾ അവരിങ്ങനെ മീൻ പിടിച്ച് അതിലിങ്ങനെ മുഴുകി അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെ കുറച്ച് കഴിഞ്ഞപ്പം, അതായത് അതിർത്തി ഗ്രാമമായിട്ടുള്ള നബൂക്കലേവിൻ്റെ സമീപത്തേക്കാണ് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അവരങ്ങനെ മുഴുകി അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. They became so engrossed with their fishing that they did not notice the stealthy approach of a great war canoe. അവർ എൻഗ്രോസ് ചെയ്ത് അതിൽ മുഴുകിയിരിക്കുകയാണ്, അല്ലേ, കാരണം മീനിലിങ്ങനെ പിടിക്കുകയാണല്ലോ. അപ്പോൾ അതിലിങ്ങനെ വളരെ എൻഗ്രോസ്ഡ് ആയതുകൊണ്ട് തന്നെ ദേ ഡിഡ് നോട്ട് നോട്ടീസ്, അവർ കണ്ടില്ല, അവർ ശ്രദ്ധിച്ചില്ല. എന്താണ് അവർ ശ്രദ്ധിക്കാത്തത്? ദ സ്റ്റീൽത്തി അപ്രോച്ച് ഓഫ് എ ഗ്രേറ്റ് വാർ കാനോ. അതിന് സമീപത്തായിട്ട് ഒരു വലിയൊരു മീൻ പിടിക്കുന്ന വള്ളമുണ്ടായിരുന്നു. അവർ വോറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാനോ ആണ്, ഒരു വള്ളമാണ്. ഓക്കെ, ഒരു തോണി ഉണ്ടായിരുന്നു. ആ തോണി ആര് ശ്രദ്ധിച്ചില്ല? നമ്മുടെ നമുവാണ വില്ലേജിലുള്ള ചീഫിൻ്റെ ഭാര്യയും മകളുമായിട്ടുള്ള ടിനേക്കോബാഗയും റൗഡലസും ശ്രദ്ധിച്ചില്ല. ഓക്കെ, അവിടെ ആര് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു? സമീപത്തുള്ള വില്ലേജായിട്ടുള്ള നബൂക്കലേവിലെ ഫിഷർമാൻ ആ വള്ളത്തിൽ ഒളിച്ചിരിക്കുന്നത് ഇവർ കണ്ടില്ല. ഓക്കെ, they became so engrossed with their fishing that they did not notice the stealthy approach of a great war canoe filled with fishermen from the nearby village of Nabukalev. This village is situated in the shadow of Mount Washington. എവിടെയാണ് ഈ വില്ലേജ് ഉള്ളത്? ദിസ് വില്ലേജ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് മൗണ്ട് വാഷിങ്ടൺ. മൗണ്ട് വാഷിങ്ടൺ എന്ന് പറഞ്ഞൊരു മൗണ്ടെയിൻ ഉണ്ട്, വലിയൊരു മൗണ്ടെയിനാണ്. നബൂക്കലേവ് വില്ലേജിലാണ് ഈ ഒരു മൗണ്ടെയിൻ ഉള്ളത്. ആ മൗണ്ടെയിനിന് അതിൻ്റെ പുറകിലായിട്ടാണ് ശരിക്കും ഈ വില്ലേജ് ഉള്ളത്. ദിസ് വില്ലേജ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് ദി മൗണ്ട് വാഷിങ്ടൺ.
ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഓൺ കണ്ടാവു ഐലൻഡ്. കണ്ടാവു ഐലൻഡിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ മൗണ്ടെയിൻ ആണ് മൗണ്ട് വാഷിങ്ടൺ. എന്നാൽ ഈ മൗണ്ട് വാഷിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൗണ്ടെയിൻ ഇന്ന് വളരെ ഫേമസ് ആണ്. എന്തിനാണ് ഫേമസ് ആയിട്ട് മാറിയിട്ടുള്ളത്? ഇറ്റ് ഈസ് വെൽ നോൺ ടു ദി മറൈനേഴ്സ്. അതായത് മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾക്കെല്ലാം, ഫിഷർമാൻസിനെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൗണ്ടെയിൻ ആണ് മൗണ്ട് വാഷിങ്ടൺ. ബിക്കോസ് ദർ ഇസ് പ്ലൻറ്റി ലൈറ്റ് ഹൗസ് ദർ. കാരണം ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് എന്തുണ്ട്, ലൈറ്റ് ഹൗസുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിഷർമാനെ പെട്ടെന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റ് ഹൗസ് ഇവിടെ ഇതിന് സമീപമായിട്ടുണ്ട്, മൗണ്ട് വാഷിങ്ടണിന് സമീപത്തുണ്ട് എന്നാണ് പറയുന്നത്. വാർണിംഗ് ദം ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ദ റോക്കി കോസ്റ്റൽ ലൈൻ. കാരണം അതുവരെയൊക്കെ ഷിപ്പ് വരാൻ പറ്റുള്ളൂ, പിന്നെ കൂടുതൽ അടുത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കൂടുതൽ റോക്കി ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വാർണിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ലൈറ്റ് ഹൗസുകളുണ്ട്. അതുകൊണ്ട് ഈ മൗണ്ട് വാഷിങ്ടൺ ഇന്നും അവിടെ ഭയങ്കര ഫേമസ് ആണ്. സഡൻലി ദ ഫിഷർമാൻ ലീപ്ഡ് ഫ്രം ദിയർ കാനോ. അപ്പം ഈ രണ്ട് സ്ത്രീകളും അവർ മീൻ പിടിച്ച് മുഴുകി അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പതുങ്ങിയിരിക്കുന്നത് കണ്ടിട്ടേയില്ല. സഡൻലി ദ ഫിഷർമാൻ ലീപ്ഡ് ഫ്രം ദി കാനോ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഈ കാനോയിൽ നിന്നും ഈ ഫിഷർമാൻ ചാടുകയാണ് അല്ലേ. ആൻഡ് സീസ്ഡ് ദ ടു വിമൺ. അവർ ചാടി എഴുന്നേറ്റ് ഈ രണ്ട് സ്ത്രീകളെയും എന്ത് ചെയ്യാണ്? പിടിച്ചു കെട്ടുകയാണ്. ബൗണ്ട് ദിയർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് വൈൻ. മുന്തിരിവള്ളികൾ ഉപയോഗിച്ച് അവരുടെ കാലും കൈകളും വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടു. ടോസ്ഡ് ദം ഇൻ ടു ദ ബോട്ടം ഓഫ് ദ കാനോ. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ വള്ളമില്ലേ, അവരുടെ വള്ളത്തിലേക്ക് ഈ രണ്ട് സ്ത്രീകളെയും മറിച്ചിട്ടു. ആൻഡ് സെറ്റ് ഓഫ് ഇൻ ഗ്രേറ്റ് ഹേസ്റ്റ് ഫോർ ഹോം. എന്നിട്ട് അവരുടെ വില്ലേജിലേക്ക് അവർ അതിവേഗം യാത്ര ചെയ്യാൻ തുടങ്ങി. Although the women pleaded for their lives. അല്ലേ? സോ ദ വിമൻ ദേ പ്ലീഡഡ് ഫോർ ദിയർ ലിവ്സ്. അവരവരുടെ ജീവന് വേണ്ടി യാചിക്കുന്നുണ്ടായിരുന്നു. ദ ക്രൂവൽ വാരിയേഴ്സ് ഫ്രം നബൂക്കലേവ്. പക്ഷേ നബൂക്കലേവിലെ ക്രൂവൽ വാരിയേഴ്സ് ഡിഡ് നോട്ട് ലിസൺ ടു ദിയർ എൻട്രീറ്റീസ്. അല്ലേ? പക്ഷേ ആര് ശ്രദ്ധിച്ചില്ല? ക്രൂവൽ വാരിയേഴ്സ് ഫ്രം നബൂക്കലേവ്. നബൂക്കലേവിലുള്ള ക്രൂവൽ വാരിയേഴ്സ് ഒന്നും തന്നെ ഈ രണ്ട് സ്ത്രീകളുടെ യാചന ശ്രദ്ധിച്ചതേയില്ല. They did not listen to their request. Entreaties means request. അവരുടെ റിക്വസ്റ്റ് അവർ ശ്രദ്ധിച്ചില്ല. The gods of the sea, however, were kind. എന്നാൽ the gods of the sea, however, were kind. നമ്മുടെ കടൽ ദേവന്മാർക്കും അല്ലേ, അവർക്ക് എന്ത് സംഭവിച്ചു? They were very kind. അല്ലേ? ഇവരോട് ഭയങ്കര ദയ തോന്നുകയാണ് ഈ രണ്ട് സ്ത്രീകളോടും. And soon a great storm arose. അല്ലേ? പെട്ടെന്ന് തന്നെ വലിയൊരു കൊടുങ്കാറ്റ് അവിടെ രൂപപ്പെടുകയും ആൻഡ് ദ കാനോ വാസ് ടോസ്ഡ് അബൌട്ട് ബൈ ദ ഹ്യൂജ് വേവ്സ്. ഈ കാനോ, ഇവർ സഞ്ചരിക്കുന്ന ഈ വള്ളം മറിച്ചിടുകയാണ് അല്ലേ. അതായത് അതിലിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആടി ഒളിഞ്ഞ് കളിക്കില്ലേ, ഇങ്ങനെ ടോസ് ചെയ്ത് കളിക്കുകയാണ് അല്ലേ, ഹ്യൂജ് വേവ്സിൽ. വിച്ച് ഓൾമോസ്റ്റ് സ്വാംഡ് ഇറ്റ് അല്ലേ. കാരണം അതിനെ ഇപ്പം വിഴുങ്ങുമെന്നുള്ള രീതിയിലാണ് അത്രയും വലിയൊരു കൊടുങ്കാറ്റ്. അതുവരെ നിശ്ചലമായിരുന്ന കാലാവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഇവർ രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്താണ് പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വരികയും ആ കൊടുങ്കാറ്റിൽ ഈ ഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആടി ഒലയാൻ തുടങ്ങുകയാണ്. ആസ് ദ കാനോ ഫൗണ്ടേർഡ് ഇൻ ദ സീ. കുറച്ച് കഴിഞ്ഞപ്പം ഇതിൽ മറിഞ്ഞു വീഴുകയാണ് അല്ലേ. ഈ കാനോ മറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? വെള്ളത്തിൻ്റെ അടിയിലേക്ക് സിങ്ക് ചെയ്യാൻ തുടങ്ങി. The fishermen were astounded to notice that the two women lying in the water in the hold of the canoe. അപ്പോഴാണ് ഈ ഫിഷർമാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. എന്താണ്? The two women lying in the water in the hold of the canoe had suddenly changed into turtles. ഈ രണ്ട് സ്ത്രീകളും പെട്ടെന്ന് തന്നെ ആരുടെ രൂപം പ്രാപിച്ചു? രണ്ട് ആമകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ടെനേക്കോബാഗയും റൗഡലിസും, അമ്മയും മകളും പെട്ടെന്ന് എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു? വളരെ ജൈൻ്റ് ആയിട്ടുള്ള ടേർട്ടിൽസ് ആയിട്ട്, വലിയ ആമകളായിട്ട്, രണ്ട് ആമകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ടു സേവ് ദെയർ ഓൺ ലിവ്സ് ദ മെൻ സീസ്ഡ് ദെം. അപ്പോൾ അവരുടെ സ്വന്തം ജീവൻ അവർക്ക് പേടിയുണ്ട്. ആർക്ക്? നബൂക്കലേവിലെ ഫിഷർമാൻ അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? ആൻഡ് ടു സേവ് ദെയർ ഓൺ ലിവ്സ്, അവരവരുടെ ജീവനം കൊണ്ട് ഓടുന്ന സമയത്ത് ദ മെൻ സീസ്ഡ് ദെം, ഈ രണ്ട് ആമകളെയും പിടിച്ചിട്ട് ത്രൂ ദം ഇൻ ടു ദ സീ, കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഓക്കെ, ഇതാണ് ഒരു കഥ കേട്ടോ. ആസ് ദേ സ്ലിപ്ഡ് ഓവർ ദ സൈഡ് ഓഫ് ദ കാനോ ദ വെദർ ചേഞ്ച്ഡ് ആൻഡ് ദെർ വർ നോ മോർ വേവ്സ്. അങ്ങനെ ഈ രണ്ട്, അതായത് ആസ് ദേ സ്ലിപ്ഡ് ഓവർ ദ കാനോ, സൈഡ് ഓഫ് ദ കാനോ, ഈ രണ്ട്
ആമകളും വെള്ളത്തിലേക്ക് വീഴുകയും ഇവരെന്ത് ചെയ്തു, ഈ ക്യാനോ ഉപയോഗിച്ചിട്ട് അവർ രക്ഷപ്പെടുന്ന സമയത്ത് പിന്നീട് എന്തുണ്ടായില്ല, അവരങ്ങോട്ട് പോയി, അവർ രക്ഷപ്പെട്ടു. ഈ 2 സ്ത്രീകളും അല്ലേ കടലിൽ ആമകളായിട്ട് മാറുകയും ചെയ്തു. അതിനുശേഷം അവിടെയുള്ള വെതർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ആൻഡ് ദേ വേർ നോ മോർ വേവ്സ്. പിന്നീട് എന്തുണ്ടായില്ല എന്നാണ് പറയുന്നത്, വേവ്സ് അല്ലേ, വലിയ തിരമാലകളൊന്നും തന്നെ പിന്നീട് ഉണ്ടായിരുന്നില്ല. ദ നബൂക്കലി ഫിഷർമാൻ കണ്ടിന്യൂഡ് ദിയർ ജേർണി. അങ്ങനെ നബൂക്കലയിലെ ഫിഷർമാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ദേ കണ്ടിന്യൂഡ് ദിയർ ജേർണി ബാക്ക് ടു ദിയർ ഹോം വില്ലേജ്. അവരവരുടെ വില്ലേജിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ആൻഡ് ദ 2 വിമൻ ഫ്രം നമുവാന ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ടു ടേർട്ടിൽസ് ലിവ്ഡ് ഓൺ ഇൻ ദ വാട്ടർ ഓഫ് ദ ബേ. എന്നാൽ ആ 2 സ്ത്രീകളും ദേ ചേഞ്ച്ഡ് ടു ടേർട്ടിൽസ്, ആമകളായി മാറിയിട്ടുണ്ട് അല്ലേ. ദേ ലിവ്ഡ് ഓൺ ഇൻ ദ വാട്ടർ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ദ ടേർട്ടിൽസ് ലിവ്ഡ് ഓൺ ദ വാട്ടർ ഓഫ് ദ ബേ. ആ ടേർട്ടിൽസ് ആയിട്ട് മാറിയിട്ടുള്ള ആ 2 സ്ത്രീകളും പിന്നീട് ആ ടേർട്ടിൽസ് ആയിട്ട് തന്നെ അവിടെ ജീവിക്കാൻ തുടങ്ങി എന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ദെയർ ഡിസെൻഡൻസ്. ഇന്നും ഈ കാണുന്ന, ഇന്നിപ്പോൾ നമുവാന വില്ലേജിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, പറഞ്ഞിട്ടുള്ള റിച്വൽ എന്തായിരുന്നു, നമുവാന വില്ലേജിലുള്ള മെയ്ഡൻസ് ആയിട്ടുള്ള സ്ത്രീകൾ അവർ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അവരെന്തെങ്കിലും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ചാൻഡ്, ഒരു സോങ് ഇങ്ങനെ ചാൻഡ് ചെയ്യുന്ന സമയത്ത് ആമകൾ ഉയർന്നു വരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള റിച്വൽ. അപ്പോൾ ഇന്ന് ഉയർന്നു വരുന്ന ആമകൾ, ആ ടേർട്ടിൽസ് ആരെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് ദെയർ ഡിസെൻഡൻസ്, ഇവരുടെ പിൻഗാമികളാണ് എന്നാണ് പറയുന്നത്. Okay, it is their descendants today who rise from their water when the maidens of their village sing songs to them from the cliffs. ഇന്ന് ക്ലിഫ്സിൽ നിന്നും ഈ മെയ്ഡൻസ് ഇങ്ങനെ സോങ് ചാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഡിസെൻഡൻസ് ആണ്, അതായത് ടിനേക്കോബാഗയുടെയും റൗഡിലസിൻ്റെയും ഡിസെൻഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മുകളിലേക്ക്, വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. The translation of the strange song which is chanted on some occasion is as follows. അവർ ചൊല്ലുന്നൊരു സോങ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സോങ്ങിൻ്റെ ട്രാൻസ്ലേഷൻ അവരുടെ ലാംഗ്വേജിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള സോങ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ 2 ലൈൻസ് ആണ് നമ്മൾ പറയുന്നത്. എന്താണ് ആ സോങ്, അവർ ചാൻഡ് ചെയ്യുന്ന സോങ് എന്താണ്? The women of Namuwana are all dressed in the morning. Each carries a sacred club, each tattooed in a strange pattern. Do rise to the surface, Rowdalus, so we may look at you. Do rise to the surface, Tinekobaga, so we may look at you. ഇതാണ് അവർ ചൊല്ലുന്ന ആ സോങ്. ഈ സോങ് അവർ ചാൻഡ് ചെയ്യുന്ന സമയത്താണ് ഈ ടേർട്ടിൽസ് കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് ഉയർന്നു വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. യു മേ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് ദ ലെജൻഡ്. നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ, ഇതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ, കെട്ടിച്ചമച്ച കഥയല്ലേ, ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഈ 21st സെഞ്ച്വറിയിൽ ഇങ്ങനത്തെയൊക്കെ സ്റ്റോറീസ് ഉണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നുണ്ടായിരിക്കും അല്ലേ. യു മേ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് ദ ലെജൻഡ് ബട്ട് യു കനോട്ട് ഡൗട്ട് ദ ഫാക്ട്. പക്ഷെ ഇവിടെ പറയുന്നു, നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട, ദാറ്റ് ദ ചാൻഡിങ് ഓഫ് ദ സ്ട്രേഞ്ച് സോങ് ഡസ് ഇൻ ഫാക്ട്. ഇങ്ങനെയുള്ള ചാൻഡിങ് ഈ സ്ത്രീകൾ ഇന്നും ചാൻഡ് ചെയ്യുന്നുണ്ട് നമുവാന വില്ലേജിൽ. ഇൻഫാക്ട് ലേർ ദ ജൈൻറ്റ് ടേർട്ടിൽസ്. അപ്പോഴേക്കും ഇതിൽ ആകൃഷ്ടരായിട്ട് ആരും ഉയർന്നു വരുന്നുണ്ട്, ആമകൾ ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരുന്നുമുണ്ട്. ടു ദ സർഫസ് ഓഫ് ദ ബ്ലൂ വാട്ടേഴ്സ് ഓഫ് ദ ബേ നിയർ നമുവാന വില്ലേജ് ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു. കണ്ടാവു ഐലൻഡിൽ നമുവാന വില്ലേജിൽ ഇന്നും ഈ റിച്വൽ നടക്കുന്നുണ്ട്. അവർ ഈ ഒരു സോങ് ചാൻഡ് ചെയ്യുമ്പോഴേക്കും ആരാ ഉയർന്നു വരുന്നത്, ഒരുപാട് ടേർട്ടിൽസ് ഇങ്ങനെ ഉയർന്നു വരുന്നത് ഇന്നും നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്കിനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിജിയൻ ഐലൻഡിലൊക്കെ വിസിറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. ശരി.